ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഇലാക്കിയ ഗ്രൂപ്പിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പ്രത്യേക വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. മത്തയില വൻപയർ തോരൻ. അതിനാവശ്യമായ സാധനം മത്തയില, സവാള, പച്ചമുളക്, ഉപ്പിട്ട് വേവിച്ച വൻപയർ, നല്ലോണം വേവിച്ച വൻപയർ ആദ്യം, പിന്നെ തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ജീരകം, ഒരു പിഞ്ച് ജീരകം, കറിവേപ്പില. മത്തയില നല്ല നേർമയായിട്ട് അരിയുക. അരിഞ്ഞതിന് ശേഷം സവാള, പച്ചമുളക് ഇതെല്ലാം നേർപ്പിച്ചരിയുക. ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കടുക് ഇടുക. കടുക് നല്ലവണ്ണം പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, മത്തയില ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ വഴറ്റുക. നമ്മൾ സവാള ഇപ്പോൾ കടുക് പൊട്ടിയിട്ടില്ല, കടുക് പൊട്ടട്ടെ. സവാള, പച്ചമുളക്, മത്തയില, അല്പം ഉപ്പ് ഇതും ചേർത്ത് നല്ലതുപോലെ വഴറ്റുക. നല്ലതുപോലെ വഴറ്റുക. അല്പം ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ഈ സവാള പെട്ടെന്ന് വഴന്ന് വരും. അതിനുശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന മത്തനില ചേർക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന നോക്കുക, നമ്മൾ നേർമയായിട്ടാണ് മത്തനില അരിഞ്ഞിരിക്കുന്നത്. ഇതൊരു 4-5 ഇലയുണ്ട്. ഇത് മത്തനില ചേർത്തു. അതിനുശേഷം വൻപയർ, ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുന്ന വൻപയർ ചേർത്തു. നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഉപ്പ് ഇലയിലും ഇതിലും സവാളയിലും എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യുന്നതിന് വേണ്ടി നല്ലതുപോലെ വഴറ്റുക. ഒരു 2 മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഇത് വൻപയറിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. മത്തനില ഒരു പച്ചിലയാണ്. അതിൻ്റെയും ധാരാളം കണ്ണിനും നല്ല ഗുണമുള്ളതാണ്. ഇലവർഗ്ഗങ്ങൾ, പയർവർഗ്ഗങ്ങളും നല്ലതാണ്. ഈ ഒരു കൂട്ട് കറി നല്ല ഒരു പോഷകസമൃദ്ധമായ ഒരു തോരനാണ്. അതിനുശേഷം നമ്മൾ ചിരകി വച്ചിരിക്കുന്ന തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, മുളക് പൊടി, കറിവേപ്പില ഇതെല്ലാം നമ്മുടെ ഇലക്കൂട്ടിൻ്റെ നടുക്കായിട്ട് വയ്ക്കുക. വച്ചിട്ട് ചുറ്റുമുള്ള ഈ ഇലക്കൂട്ടിനെ ഇലയുടെയും പയറിൻ്റെയും കൂട്ടിനെ ചേർത്ത് തട്ടിപ്പൊത്തി വയ്ക്കുക. എന്ന് കഴിഞ്ഞാൽ അതിനെ കവർ ചെയ്ത് വയ്ക്കണം. തേങ്ങ നല്ലവണ്ണം വേവുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ വയ്ക്കുന്നത്. ഇതിനിടയ്ക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ മത്ത ഇലയിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇലയിൽ നിന്നും പയറിൽ നിന്നും വെള്ളം ഊറി ഇത് വേവാനുള്ള വെള്ളം നമുക്ക് കിട്ടും. ആവശ്യമെങ്കിൽ വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കാം. കുടഞ്ഞു കൊടുക്കുന്ന വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കുടയുകയാണെങ്കിൽ അതിൻ്റെ ഉപ്പിൻ്റെ പോരായ്മയെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. നല്ലവണ്ണം അടച്ചു വയ്ക്കുക. ഒരു 5 മിനിറ്റ് നല്ലവണ്ണം തീ സിമ്മിലിട്ടിട്ട് 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. അപ്പോൾ മുകളിൽ നല്ലോണം അടച്ചു വയ്ക്കുമ്പോൾ ആവി തട്ടി അതും നല്ലോണം വേവാൻ സഹായിക്കും. തുറന്നിട്ട് വേവിക്കുന്നതിനേക്കാളും നല്ലത് ഈ സാധനം അടച്ചു വേവിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറന്ന് നല്ലവണ്ണം ചിക്കിയെടുക്കുക. നല്ല ഒന്നാന്തരം മത്തയില വൻപയർ തോരൻ റെഡി. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ.
അഭിപ്രായം പറയും. ഓക്കെ, താങ്ക് യു.